ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നമ്മുടെ സർവീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കേറ്റിട്ട് എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരാറായി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് ഓഗസ്റ്റിൽ തന്നെ നെക്സ്റ്റ് കേറ്റിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എക്സാം സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയോ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എന്ന രീതിയിൽ നമുക്ക് എക്സാം കണക്കാക്കാം അല്ലേ. അപ്പോൾ സെപ്റ്റംബറിലാണ് മിക്കവാറും എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ അധികം സമയം അങ്ങോട്ട് കിട്ടാറില്ല, പെട്ടെന്ന് തന്നെ എക്സാം നടക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ മാത്രമേ താമസമുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം പെട്ടെന്നായിരിക്കും. സോ അതിന് കേറ്റിട്ട് എക്സാം നെക്സ്റ്റ് കേറ്റിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ ക്രാഷ് കോഴ്സ് എഗെയിൻ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ സർവീസ് ടീച്ചർ എക്സാമിന് ഒരുപാട് പേര് ഒട്ടും സൈക്കോളജി അറിയില്ല എന്ന് പറഞ്ഞ് വന്ന ടീച്ചേഴ്സിനെ പോലും 30+ മാർക്ക് നേടിക്കൊടുത്ത ആ ഒരു സൈക്കോളജിയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ എഗെയിൻ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ബേസിക് മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ളവർക്ക് 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുകയും, അപ്പോൾ നമുക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഈവൻ മറ്റു ഏതെങ്കിലും പെയ്ഡ് ആപ്പിൽ പോയി ജോയിൻ ചെയ്തവർ നമ്മുടെ ക്ലാസ്സസ് കാണാറുണ്ട്. എന്നാലും പക്ഷേ നമ്മുടെ ക്ലാസ്സസ് ഒരുപാട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയുള്ളവർക്കും ഈവൻ നിങ്ങൾ മറ്റു ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്തവരായിക്കോട്ടെ, വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്നവർക്ക് പോലും നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിലൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു സർവീസ് ടീച്ചർ എക്സാമിന് വേണ്ടി നമ്മൾ ഏപ്രിൽ മുതൽ നമ്മൾ ക്രാഷ് കോഴ്സുകൾ കൊടുത്തു വന്നതായിരുന്നു. എല്ലാ ക്രാഷ് കോഴ്സും നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത് എല്ലാ ടീച്ചേഴ്സിനും സൈക്കോളജി അറിയില്ല എന്ന് പറഞ്ഞ എല്ലാ ടീച്ചേഴ്സും 30+ മാർക്ക് നേടിക്കൊടുത്ത ആ ഒരു ക്രാഷ് കോഴ്സ് എഗെയിൻ ഒത്തിരി ടീച്ചേഴ്സും അതുപോലെ എല്ലാവർക്കും വേണ്ടി, ഈവൻ ഫ്രഷേഴ്സിനായിക്കോട്ടെ, ഈവൻ കുറച്ച് ഗ്യാപ്പ് വന്നവരാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈവൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല. ഈവൻ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏത് പഠിക്കണം ഏത് പഠിക്കേണ്ട അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലേ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ കിട്ടാത്തവരാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം വിത്ത് മൈ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നിങ്ങൾ ഞാൻ ഗൈഡ് ായിരിക്കും എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് വേണ്ടത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ഒരു 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സൈക്കോളജി അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നോക്കി പഠിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ ആ പറഞ്ഞ നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. എന്നാൽ നിങ്ങൾക്കൊരു ഓർഡറിൽ കറക്റ്റായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് 199 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 199 രൂപ മാത്രമേ ഉള്ളൂ. 30 ഡേയ്സ് ആണ് നമ്മുടെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലിയും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, 30 റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ആക്കാൻ പോകുന്നത് 23rd ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഓഗസ്റ്റ് 23 മുതൽ നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും, ബാച്ച് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം നിങ്ങൾ കുറേ കേറ്റിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തവരാണ്, 1-2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു പക്ഷേ കിട്ടിയിട്ടില്ല, ഏകദേശം കണ്ടൻറ്റ് ഒക്കെ അറിയാം. എന്നാലോ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യാൻ അറിയില്ല എന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ടെസ്റ്റ് സീരീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എക്സാം ഉള്ളവർക്കൊക്കെ നമ്മൾ മാക്സിമം അവർ എല്ലാ രീതിയിലും സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി സ്പാർക്ക് MCQ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 100% നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും വിജയിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് 30+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതും എഗെയിൻ നിങ്ങൾക്ക് എഗെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ 30 ഡേയ്സിൻ്റെ MCQ ടെസ്റ്റ് സീരീസും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്യാവശ്യം സൈക്കോളജിയൊക്കെ അറിയാം, പക്ഷേ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വേണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലിയും നമ്മൾ 20 ക്വസ്റ്റ്യൻസിൻ്റെ ഗൂഗിൾ ഫോം തന്നിട്ടായിരിക്കും ഒരു പ്രാക്ടീസ് സെഷൻ. ഇത് ഫുള്ളി പ്രാക്ടീസ് സെഷനാണ്. അപ്പോൾ അത്യാവശ്യം കണ്ടൻറ്റ് അറിയുന്നവർക്ക് എന്ത് ചെയ്യാം, ഡെയിലി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 20 ക്വസ്റ്റ്യൻ്റെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട അല്ലേ. സോ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, PY ക്വസ്റ്റ്യൻ, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ 30 ഡേയ്സിന് ഇതും 30 ഡേയ്സിന് ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഡെയിലി 20 ക്വസ്റ്റ്യൻസ് എന്ന്
പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഒരു ഗൂഗിൾ ഫോം കംപ്ലീറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ 600 ക്വസ്റ്റ്യൻസ്. അപ്പം കുത്തിയിരുന്ന് പഠിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇതാവണമെന്നില്ല, പക്ഷേ അതേസമയം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നൊരു രീതിയാണ്. സോ ഗൂഗിൾ ഫോമിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു MCQ ടെസ്റ്റ് സീരീസും നമ്മൾ ഈ പറഞ്ഞ പോലെ 23-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് സെഷൻ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം എന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതും അതേപോലെ തന്നെ 199 റുപ്പീസാണ് ഇതിനും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇനി രണ്ടും വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെയിലിയും എന്തായിരിക്കും 20 MCQയുടെ ഗൂഗിൾ ഫോം ആയിരിക്കും തരുന്നത്. പിന്നെ ഈ ഒരു ഡെയിലി സ്പാർക്ക് MCQ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് സീരീസ് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലിയും ഈ ഒരു ഗൂഗിൾ ഫോമിൻ്റെ കൂടെ ഒരു റിവിഷൻ ചാർട്ടും കൂടി തരും. അതായത് നിങ്ങൾക്ക് മെയിൻ കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കീ കോൺസെപ്റ്റുകൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ് അല്ലേ. അപ്പോൾ ആ ഒരു കീ കോൺസെപ്റ്റെല്ലാം നിങ്ങൾക്ക് കുറച്ച് കളർഫുള്ളായിട്ട് ചാർട്ട് രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ചാർട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കും, നിങ്ങൾ എത്രയോ പ്രാവശ്യം ഫോൺ നോക്കുന്ന ആളുകളാണ് അല്ലേ, അന്നേരം ആ ഒരു ചാർട്ട് ഒന്ന് സൂം ചെയ്ത് കാര്യങ്ങൾ നോക്കി പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് ഓരോരോ ടോപ്പിക്ക് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് അടങ്ങുന്ന ഡെയിലിയും ഒരു റിവിഷൻ ചാർട്ടും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ 30 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണെങ്കിൽ 30 ദിവസം നിങ്ങൾക്ക് ആ ഒരു സിലബസ് മൊത്തം ക്വസ്റ്റ്യൻസിലൂടെ വർക്കൗട്ട് ചെയ്ത് തരുന്നൊരു സെഷനാണ്. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടൻറ്റൊക്കെ അറിയാം, പക്ഷേ ഒന്ന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളവർക്ക് ടെസ്റ്റ് സീരീസ് പോലെ വേണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഡെയിലി സ്പാർക്ക് MCQ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. ഇതിൽ ഡെയിലിയും 20 ക്വസ്റ്റ്യൻസിൻ്റെ ഗൂഗിൾ ഫോമും പ്ലസ് ഒരു റിവിഷൻ ഷീറ്റും, ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ ആണല്ലോ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞ എക്സാമിൻ്റെ നമ്മൾ ആൻസർ കീ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ്സ് നോക്കി കാണാൻ പറ്റും. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായ ആ ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണ് എഗെയിൻ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടി മറ്റു ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ ഉണ്ടെങ്കിൽ അവർക്ക് 7907406007 എന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് തന്നെ ആഗ്രഹമുള്ളവർ നമ്മുടെ ഒരു ലേണിംഗ് ജേർണിയിലേക്ക് ജോയിൻ ചെയ്യുക. 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ജോലി ഉള്ളവർക്കായിക്കോട്ടെ, എന്ത് പഠിക്കുന്നവരായിക്കോട്ടെ, ഈവൻ വേറെ ആപ്പിൽ പോയവർക്ക് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സൈക്കോളജിയിൽ ഇനി വരാൻ പോകുന്ന എക്സാമിലും കഴിഞ്ഞ എക്സാമിൽ പോലെ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. 7907406007 നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇൻ കേസ് അല്ലെങ്കിൽ വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ കീപ്പ് വാച്ചിങ്. ദെൻ നമ്മുടെ പുതിയ ക്ലാസ്സുകളും മറ്റും തന്നെ വരുന്നതായിരിക്കും. അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.